നമസ്കാരം. നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും എത്ര കഠിനാധ്വാനം ചെയ്താലും ചിലപ്പോൾ വീട്ടിൽ സമാധാനക്കുറവോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഒക്കെ അനുഭവിക്കാറുണ്ട്. വാസ്തുദോഷങ്ങളോ നെഗറ്റീവ് എനർജിയോ ഇതിന് കാരണമാകാം. എന്നാൽ വലിയ ചിലവുകൾ ഒന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിലെ ഐശ്വര്യം ഇരട്ടിയാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് പച്ചക്കർപ്പൂരം. സാധാരണ നമ്മൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന കർപ്പൂരത്തിൽ നിന്ന് വ്യത്യസ്തമാണ് പച്ചക്കർപ്പൂരം. ഇത് വീട്ടിൽ എങ്ങനെ ഉപയോഗിക്കണം, ഏതൊക്കെ ഇടങ്ങളിൽ വെക്കണം എന്നതിനെക്കുറിച്ച് പറയാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. എന്താണ് പച്ചക്കർപ്പൂരം? ഇത് ഒരു മരത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. സാധാരണ കർപ്പൂരത്തിൽ കെമിക്കൽസ് ഉണ്ടാകാറുണ്ട്, പക്ഷേ പച്ചക്കർപ്പൂരത്തിൽ കെമിക്കൽ ഉണ്ടാവാറില്ല. ഇത് ആയുർവേദത്തിൽ ഔഷധമായും ഉപയോഗിക്കുന്നു. ഇതിൻ്റെ സുഗന്ധം ശ്വസിക്കുന്നത് പോലും മനസ്സിന് വളരെയധികം ശാന്തി നൽകും. പലരും എപ്പോഴും പറയുന്ന പരാതികളിൽ ഒന്നാണ് കയ്യിൽ പണം നിൽക്കുന്നില്ല എന്നത്. പച്ചക്കർപ്പൂരം മഹാലക്ഷ്മിക്ക് പ്രിയപ്പെട്ട ഒന്നാണെന്നാണ് വിശ്വാസം. ഒരു ചെറിയ വെള്ളത്തുണിയോ അല്ലെങ്കിൽ ഒരു മഞ്ഞത്തുണിയോ എടുത്ത് അതിൽ ഒരു കഷ്ണം പച്ചക്കർപ്പൂരവും കുറച്ച് ഏലക്കായും ഇട്ട് കെട്ടി വയ്ക്കുക. ഇത് നിങ്ങളുടെ പണം വെക്കുന്ന അലമാരിയിലോ ലോക്കറിലോ വയ്ക്കുക. ഇത് നെഗറ്റീവ് എനർജി നീക്കി ധനലാഭത്തിന് സഹായിക്കുമെന്ന് വാസ്തുശാസ്ത്രം പറയുന്നു. ഇത് അലിഞ്ഞു തീരുമ്പോൾ പുതിയത് മാറ്റി വയ്ക്കുക. നിങ്ങളുടെ വീട്ടിൽ വാസ്തുദോഷം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ എപ്പോഴും ഒരു അസ്വസ്ഥത അനുഭവപ്പെടാറുണ്ടോ? ഇതിനായി കുറച്ച് പച്ചക്കർപ്പൂരം എടുത്ത് വീടിൻ്റെ 4 മൂലകളിലും ഓരോ ചെറിയ പീസ് വീതം വയ്ക്കുക. അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അതിലേക്ക് കുറച്ച് പച്ചക്കർപ്പൂരം പൊടിച്ച് ചേർത്ത് വീടിൻ്റെ മൂലകളിൽ തളിക്കുക. വീടിനുള്ളിലെ നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് എനർജി നിറയാനായി ഇത് സഹായിക്കും. മാനസിക സമ്മർദ്ദങ്ങളും കുട്ടികളുടെ പഠനവും ജോലി സംബന്ധമായ പിരിമുറുക്കങ്ങൾ ഉള്ളവർക്കും ഇത് വളരെയധികം ഗുണം ചെയ്യും. കുട്ടികൾ പഠിക്കുന്ന മുറിയിലെയോ നിങ്ങളുടെ ബെഡ്റൂമിലെയോ ഒക്കെ ഇത് ഒരു ചെറിയ പാത്രത്തിൽ തുറന്ന് വയ്ക്കുക. ഇതിൻ്റെ സുഗന്ധം ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും ഉറക്കം കുറവ് പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവുകയും ചെയ്യും. പച്ചക്കർപ്പൂരം വാങ്ങുമ്പോൾ അത് ഒറിജിനൽ തന്നെയാണെന്ന് ഉറപ്പിച്ച് വാങ്ങുക. സാധാരണ കർപ്പൂരം കത്തിക്കാൻ മാത്രമാണ് നല്ലത്, പക്ഷേ വാസ്തു ആവശ്യങ്ങൾക്ക് പച്ചക്കർപ്പൂരം തന്നെ വേണം. ഇത് പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന സ്വഭാവമുള്ളതാണ്. അതുകൊണ്ട് കൃത്യമായ ഇടവേളകളിൽ പുതിയത് മാറ്റിവെക്കണം. വൈകുന്നേരമോ രാവിലെയോ വിളക്ക് കത്തിക്കുമ്പോൾ ആ വിളക്ക് കത്തിക്കുന്ന എണ്ണയിൽ അല്പം പച്ചക്കർപ്പൂരം പൊടിച്ചിട്ടാൽ വിളക്ക് കത്തുമ്പോൾ അവിടെ മുഴുവൻ നല്ല സുഗന്ധമായിരിക്കും. ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.